2026 കോൺഗ്രസ് അധികാരത്തിൽ വരുമോ എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രീയകാര്യ സമിതിയിലുണ്ടായിട്ടുള്ള ചില സംഭവ വികാസങ്ങളാണ്. ആ രാഷ്ട്രീയകാര്യ സമിതിയിൽ വെച്ച് വി സതീശൻ 63 സീറ്റുകളുടെ ഒരു പ്ലാൻ പറയാൻ വേണ്ടി എഴുന്നേൽക്കുകയും അദ്ദേഹം പ്രസംഗിച്ച് ഏതാണ്ട് തുടങ്ങിയപ്പോൾ തന്നെ AP അനിൽകുമാർ എന്ന് പറയുന്ന MLA അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് നിങ്ങളാരാണ് ഈ പാർട്ടിയുടെ കാര്യമൊക്കെ തീരുമാനിക്കാൻ എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി രാഷ്ട്രീയമായിട്ടുള്ളൊരു വിമർശനമാണ് AP അനിൽകുമാർ ഉയർത്തിയതെങ്കിൽ അതിനുശേഷം എഴുന്നേറ്റിട്ടുള്ള ശൂരനാട് രാജശേഖരൻ കുറച്ചുകൂടി കടുത്ത വ്യക്തിപരമായിട്ടുള്ള ചില വിമർശനങ്ങളൊക്കെ കൊടുത്തു വിട്ടു. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മളെ പ്രിയരഞ്ജൻ ദാസ് മുൻഷിയും അതുപോലെ തന്നെ ഈ പറയുന്ന ദീപദാസ് മുൻഷിയും അതുപോലെ തന്നെ KC വേണുഗോപാലും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. KC വേണുഗോപാൽ പറഞ്ഞു പ്ലാനൊക്കെ കൊള്ളാം, ഇത് ഹൈക്കമാൻഡുമായി നമ്മളൊന്ന് സംസാരിച്ചിട്ട് ഇത് അംഗീകരിക്കാമെന്ന് പറഞ്ഞു. ഏതാണ്ട് ആ പ്ലാൻ ഇപ്പോൾ ഹൈക്കമാൻഡ് അംഗീകരിച്ചിരിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ കേൾക്കുന്ന കിംവദന്തി അല്ലെങ്കിൽ വാർത്ത. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഈ വഴിക്ക് പോയാൽ കോൺഗ്രസ് രക്ഷപ്പെടില്ല എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മനം മടുത്തിട്ട് നമ്മുടെ മുസ്ലിം ലീഗ് ഹൈക്കമാൻഡിനെ തന്നെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം കോൺഗ്രസ് ഇവിടെ നന്നാകണം, അല്ലെങ്കിൽ രക്ഷപ്പെടില്ല എന്നാണ്. ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥത്തിലുള്ള വസ്തുത, മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് വളരെ ചുരുക്കം സീറ്റുകളിലാണ്. നമുക്കറിയാം 20-21 സീറ്റുകളിലാണ്. ഇനി അതിൽ മുഴുവൻ ജയിച്ചാൽ പോലും 21 അല്ലെങ്കിൽ 15-നും 21-നും അടക്കം സീറ്റാണ് മുസ്ലിം ലീഗിന് കിട്ടാൻ പോകുന്നത്. പിന്നെ നമുക്കറിയാം കേരള കോൺഗ്രസ് ആണ് ആകെയുള്ളത്. കൂടി വന്നാൽ അവർക്കൊരു 10 സീറ്റ്, 9 സീറ്റായിട്ടാണ് കഴിഞ്ഞ തവണ അവർ മത്സരിച്ചത്. അപ്പോൾ 9 സീറ്റും ജയിച്ചാൽ പോലും 9-10 സീറ്റുകളിൽ അവർ ജയിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നാൽ പോലും ഒരു 25-30 സീറ്റുകളെ ആവുള്ളൂ. ബാക്കിയുള്ള ഒരു 40-ലധികം വരുന്ന സീറ്റുകൾ കണ്ടെത്തേണ്ടത് കോൺഗ്രസിൽ നിന്നാണ്. ഈ RSP പോലെയുള്ള ചില സംഘടനകളൊക്കെ ഉണ്ട്, അതൊന്നും മറന്നിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവരൊക്കെ ഉണ്ടെങ്കിൽ പോലും വലിയ മേജർ ചങ്ക് ഓഫ് ദ വിക്ടറി എന്ന് പറയുന്നത് വരേണ്ടത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ കോൺഗ്രസ്സിന് അങ്ങനെ ജയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇന്ന് കോൺഗ്രസ് എത്തി നിൽക്കുന്നൊരവസ്ഥ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് നേതാക്കന്മാരില്ലാത്തൊരവസ്ഥയുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ചിരി തോന്നും. കാരണം VD സതീശനും K സുധാകരനും അടക്കമുള്ള നിരവധി നേതാക്കന്മാരില്ലേ തോന്നും. നേതാക്കന്മാരുണ്ട്, പക്ഷേ ആ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ അണികൾ കേൾക്കാറില്ല. അങ്ങനെയുള്ള നേതാക്കന്മാരെ കൊണ്ട് കോൺഗ്രസ് നിറഞ്ഞിരിക്കുകയാണ്. അതിൽ അണികൾക്കൊക്കെ തന്നെ ഒരു പൊതു സ്വീകാര്യമായിട്ടുള്ള നേതാക്കന്മാരാരുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തേക്ക് K കരുണാകരൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ K കരുണാകരനോട് വിയോജിപ്പുള്ള A ഗ്രൂപ്പുകാർക്ക് പോലും അദ്ദേഹം ഒരു ലീഡറാണ്, നേതാവാണെന്ന് അവർ അംഗീകരിച്ചിരുന്നു. ഉള്ളിൽ മനസ്സിൽ അത് കോൺഗ്രസിൻ്റെ ലീഡറാണെന്ന് അംഗീകരിച്ചിരുന്നു. AK ആൻ്റണിയെക്കുറിച്ചുമൊക്കെ പല എതിരഭിപ്രായങ്ങളൊക്കെ പറയുന്ന I ഗ്രൂപ്പുകാരായ K കരുണാകരൻ്റെ ഒപ്പം നിന്ന ആളുകൾക്കൊക്കെ അദ്ദേഹത്തോട് വലിയ മതിപ്പുണ്ടായിരുന്നു. അദ്ദേഹം അഴിമതി കാണിക്കാത്ത ഒരു ആളാണ് എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ നേതാവായി ഇവരെയൊക്കെ അംഗീകരിച്ചിരുന്നു. അതിനുശേഷം നമുക്കറിയാം ഉമ്മൻചാണ്ടിയാണ് വന്നത്. ഉമ്മൻചാണ്ടി കുറേ കൂടി ജനകീയനായ ഒരു നേതാക്കളുടെ എല്ലാം ഒരു വലിയ തോതിലുള്ള ഒരു താല്പര്യമുള്ള, അല്ലെങ്കിൽ അണികളുടെയും പൊതുജനങ്ങളുടെയൊക്കെ ഒരു താല്പര്യമുള്ള നേതാവായിരുന്നു. ഈ 3 നേതാക്കന്മാർക്കുമൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു പൊതുവായ കാര്യമെന്ന് പറയുന്നത് അവരെയൊക്കെ ജനങ്ങൾ അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം K സുധാകരനാണെങ്കിലും VD സതീശനാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അംഗീകാരമില്ല എന്ന് മാത്രമല്ല, പാർട്ടിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് നടപ്പിൽ വരുത്താൻ കഴിയില്ല. ഇപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. യഥാർത്ഥത്തിൽ VD സതീശൻ എഴുന്നേറ്റ് 63 സീറ്റുകളിൽ ജയിക്കാൻ കഴിയുന്ന സീറ്റുകളുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാൻ കേൾക്കാൻ പോലും താല്പര്യമില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിൻ്റെ ഒരു കൾച്ചറിൽ നിന്ന് മാറിയിട്ടുള്ള 2 നേതാക്കന്മാരാണ് ഇവർ. കോൺഗ്രസിൻ്റെ കൾച്ചർ എപ്പോഴും നമുക്കറിയാം വളരെ സാധുവായ, ആരോടും ഉമ്മൻചാണ്ടിയുടെ സീറ്റിൽ പോലും വേണമെങ്കിൽ ആർക്കെങ്കിലും കയറിയിരിക്കാവുന്ന, അദ്ദേഹത്തിൻ്റെ കാറിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ സ്ഥലം കിട്ടാത്ത നേതാവായിരുന്നു. K കരുണാകരൻ്റെ വീട്ടിലുമൊക്കെ അദ്ദേഹം വലിയ തോതിൽ ആശ്രിത വത്സരനായിരുന്നു എന്ന് നമുക്കറിയാം. AK ആൻ്റണിയുടെ കാര്യത്തിൽ AK ആൻ്റണി അങ്ങനെയൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും ആ കുറവ് നികത്തിക്കൊണ്ടിരുന്ന ഉമ്മൻചാണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഗ്രൂപ്പിനെ പടുത്തുയർത്തുകയും ഒരു കേഡർ സിസ്റ്റത്തിലൂടെ തന്നെ ആ ഗ്രൂപ്പിനെ വളർത്തുകയൊക്കെ ചെയ്തത് ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ടോട്ടൽ അരാജകത്വമാണ് കോൺഗ്രസ്സിൽ നടക്കുന്നത്. ആരും ചോദിക്കാനില്ല, ആരും പറയാനില്ല. ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് ഗ്രൂപ്പുകളായി, ചെറു ഗ്രൂപ്പുകളുടെ ഒരു വലിയ സംഘമായി അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഞാനിനി പറയുന്ന കണക്കുകൾ നിങ്ങൾ കേൾക്കാൻ. അതായത് കോൺഗ്രസ് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കുറയുകയാണ് കോൺഗ്രസ് ഇപ്പോഴേ ശ്രദ്ധിച്ചില്ലെങ്കിൽ. യഥാർത്ഥത്തിൽ VD സതീശനൊക്കെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി കുറച്ചുകൂടി ധാർഷ്ട്യത്തോടുകൂടിയും കൃത്യമായിട്ടും പെർഫെക്റ്റായിട്ടും കാര്യങ്ങൾ പറയുകയും ധിക്കാരപരമായി കാര്യങ്ങളെ സമീപിക്കുകയും ചെയ്യുന്ന തോന്നൽ ആളുകൾക്കുണ്ട്.
അത് കെ സുധാകരൻ്റെ കാര്യത്തിലുണ്ട്. കെ സുധാകരൻ കുറച്ചും കൂടി അസുഖമൊക്കെയാണ്, അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന കാര്യമുണ്ട്. പക്ഷേ വി ഡി സതീശനെ കേൾക്കാൻ മുതിർന്ന നേതാക്കളാരും തയ്യാറാവുന്നില്ല. അദ്ദേഹത്തിനൊപ്പം ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ള അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെ പോലെയുള്ള ചില യുവ തുർക്കികളാണ്. ബാക്കിയുള്ള മുതിർന്ന ആളുകളൊക്കെ തന്നെ രമേശ് ചെന്നിത്തല അനുകൂലിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല അനുകൂലിക്കലല്ല, പകരം വി ഡി സതീശനെ വെട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനെല്ലാറ്റിനെയും മുകളിൽ സൈലൻ്റായിട്ട് കെ സി വേണുഗോപാലുണ്ട്. അദ്ദേഹത്തിന് അനുമതിയില്ലാതെ എ അനിൽകുമാർ, ശൂരനാട് രാജശേഖരനുമൊക്കെ വി ഡി സതീശനെതിരെ ആഞ്ഞടിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ളൊരു നേതൃത്വ പാടവത്തിൻ്റെ അഭാവം തീർച്ചയായിട്ടും കോൺഗ്രസ്സിലുണ്ട്. കോൺഗ്രസ് ഇത്തരത്തിൽ പോയാൽ 2026 പച്ചപിടിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് എൻ്റെ നിഗമനം. അതിൻ്റെ കാരണം ഏതാണ്ട് ഒരു 40-47 വരുന്ന സീറ്റുകളിലേക്ക് LDF ജയിക്കാൻ കഴിയുന്ന സാധ്യതകൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. 40 സീറ്റുകളിൽ ഏതാണ്ട് LDF നിന്നാൽ ജയിക്കുന്ന സീറ്റുകൾ തന്നെയുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രകടനം നമ്മൾ എടുത്തു നോക്കിയാൽ കോൺഗ്രസിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം നിയമസഭയിൽ നടന്നത്, എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കണക്കുകളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടായേക്കാം, 1960കളിൽ 80 സീറ്റ് ആർ ശങ്കറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ മത്സരിക്കുമ്പോൾ 80 സീറ്റുകളിൽ 63 സീറ്റുകൾ കേരള നിയമസഭയിലേക്ക് കോൺഗ്രസ് ജയിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 79% വിജയമാണ് അന്ന് കോൺഗ്രസിനുണ്ടായിട്ടുള്ളത്. ആ വിജയം കോൺഗ്രസിന് ഒരിക്കലും ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ അതിനോട് അടുത്തൊരു വിജയം സമ്മാനിച്ചത് കെ കരുണാകരൻ്റെ നേതൃത്വത്തിലാണ്. അത് 1960ലാണ് 91 സീറ്റുകളിൽ മത്സരിക്കുകയും 55 സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തു. അതും ഏതാണ്ട് 60% വിജയമുണ്ടായിരുന്നു, 60-61%. പിന്നെ നമുക്കറിയാം തൊട്ടടുത്തുണ്ടായിട്ടുള്ള വലിയ വിജയം എന്ന് പറയുന്നത് 2001 എ കെ ആന്റണി നേടിയിട്ടുള്ള ഒരു വിജയമാണ്. എ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ അത് 88 സീറ്റുകളിൽ നിന്ന് 63 സീറ്റുകൾ വിജയിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ 72% വിജയമുണ്ടായിരുന്നു, അല്ലെങ്കിൽ 71.5% വിജയമുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വിജയങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു വിജയം, വെറും 47% വിജയം നേടിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. അത് ഏറ്റവും ഒടുവിൽ 2001ലാണ്. ആ 2001 നമുക്കറിയാം 88% വിജയം, 63 എന്ന് പറയുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. പിന്നീട് 2011 ആ വിജയം നേടിയത്. 2011 82 സീറ്റുകളിൽ 38 സീറ്റുകളാണ് കേവലമായിട്ട് ഉമ്മൻചാണ്ടിക്ക് അന്ന് നേടാൻ കഴിഞ്ഞത്. 47%. ഇതുവരെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഭരണമുണ്ടായത്. പക്ഷെ ആ ഭരണം ഏറ്റവും ഒടുവിൽ 2011 കിട്ടിയത് പോലും VS വീണ്ടും ഒരു തുടർ ഭരണത്തിലേക്ക് വരണ്ട എന്ന് CPM-ഉം LDF ഒക്കെ തീരുമാനിച്ചതുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് പാർട്ടി തന്നെ പാലം വലിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ 2 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിന് ഒരിക്കലും ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരില്ല. 2011 തന്നെ ഒരു തുടർ ഭരണം ഉണ്ടായേനെ. പക്ഷെ അങ്ങനെ തുടർ ഭരണം ഉണ്ടായാൽ VS വലിയ ശക്തിമാനാകും എന്നുള്ളത് കൊണ്ട് ഇവർ വിട്ടുകൊടുത്ത വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 2001 ശേഷം ഒരു വലിയ വിജയം കോൺഗ്രസ്സിന് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതാണ് വാസ്തവം. ഇനി ഏറ്റവും ഒടുവിലത്തെ 2 തെരഞ്ഞെടുപ്പുകൾ കൂടി നമുക്ക് നോക്കാം. അത് 2016 2016 87 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ്സിന് കിട്ടുന്നത് വെറും 22 സീറ്റാണ്. അതായത് കോൺഗ്രസിൻ്റെ അവിടെ 2016 ഒന്ന് ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. പക്ഷെ അപ്പോൾ പോലും 22 സീറ്റുകൾ കിട്ടി. എന്ന് പറഞ്ഞാൽ 25% വിജയമാണ് മത്സരിച്ച ടോട്ടൽ സീറ്റുകളുമായിട്ട് നോക്കിയാൽ. അതേസമയം പിണറായി വിജയൻ ഭരിച്ച് 5 കൊല്ലം ഭരിച്ചതിന് ശേഷം 2021 വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ നിന്ന് നിലമെച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല 93 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ്സിന് കിട്ടുന്നത് വെറും 21 സീറ്റാണ്. എന്ന് പറഞ്ഞാൽ 22.5% വരുന്ന കൺവേർഷനാണ് വിജയത്തിലേക്ക് കോൺഗ്രസ്സിനുണ്ടായിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസ് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ 20 കൊല്ലങ്ങളായിട്ട്, ഏതാണ്ട് 24 കൊല്ലമായിട്ട് കോൺഗ്രസ് എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ അടിത്തറ തകർന്നിരിക്കുന്നു. DIC പിളർത്തിക്കൊണ്ട് കരുണാകരൻ പുറത്തേക്ക് പോയപ്പോൾ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം തന്നെ താറുമാറായിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ്സുകാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം. കോൺഗ്രസ് അടിയന്തരമായി ചെയ്യേണ്ടത് മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കാൻ വരട്ടെ. യഥാർത്ഥത്തിൽ അത് VD സതീശൻ ഗംഭീരമായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഐഡിയകളുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്ന രീതിയും ചിലപ്പോൾ ആളുകളോട് ഇടപഴകുന്ന രീതിയും ഒക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. കാരണം കോൺഗ്രസ്സിൽ അത്ര കർക്കശമായി ഇടപെടുന്നതും കൃത്യമായി കാര്യങ്ങൾ പറയുന്നതുമൊക്കെ സാധാരണ പതിവില്ലാത്തതാണ്. ഒരു അഴകുഴമ്പൻ സമീപനമാണ് എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചാർജ് കൊടുക്കാത്തതെന്ന് വെച്ചാൽ ചാണ്ടി ഉമ്മൻ അത് കഴിയില്ല എന്ന്, അല്ലെങ്കിൽ അത് കൃത്യമായി ചെയ്യാൻ കഴിയില്ലെന്ന് VD സതീശന് കൃത്യമായ ധാരണയുള്ളത് കൊണ്ടാണ്.
അതുപോലെ തന്നെ നമുക്കറിയാലോ, ഇപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷമുള്ള പുതുപ്പള്ളി തെരഞ്ഞെടുപ്പടക്കം തൃക്കാക്കര തെരഞ്ഞെടുപ്പടക്കം ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ചുക്കാൻ പിടിച്ചത് വി ഡി സതീശനാണ്. എന്തുകൊണ്ടാണ് പീസറിന് വലിയ ചുമതലകൾ കൊടുക്കാത്തത് എന്നുള്ളത് കൃത്യമായി നമുക്കറിയാൻ കഴിയുന്ന കാര്യം. പീസറിനെ കൊണ്ട് അത് നിറവേറ്റാൻ കഴിയില്ലെന്ന് വി ഡി സതീശൻ അറിയുന്നതുകൊണ്ടാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന നേതാക്കന്മാർ പലപ്പോഴും കോൺഗ്രസ്സിലില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ഈ ശൈലിയോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. വലിയ തോതിലുള്ള വിമർശനമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് കെ.സി. വേണുഗോപാലിൻ്റെ മൗനാനുവാദം കൂടി ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ ഇത്തരത്തിലൊരു നേതാക്കളുടെ ഒരു പ്രശ്നമുണ്ടായാൽ വേണമെങ്കിൽ ഒരു കോംപ്രമൈസിങ് കാൻഡിഡേറ്റായി അദ്ദേഹം കൂടി ഡൽഹിയിൽ നിന്ന് വന്നാലും നമ്മൾ അത്ഭുതപ്പെടാനില്ല. പക്ഷേ ഈ കണക്കുകളിൽ നിന്ന് കോൺഗ്രസ് പഠിക്കേണ്ട പാഠം, വി ഡി സതീശനടക്കം പഠിക്കേണ്ട പാഠം, നിങ്ങളുടെ ഒരു നേതാവും ചെയ്യാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് ഒരൊറ്റ കാര്യമാണ്. അത് നേരത്തെ വി എസ് അച്യുതാനന്ദൻ ചെയ്തതുപോലെ, കെ കരുണാകരൻ ചെയ്തതുപോലെ, അല്ലെങ്കിൽ എ കെ ആന്റണി ചെയ്തതുപോലെ പാർട്ടിക്കകത്ത് മാത്രം ശക്തി ഉണ്ടാക്കുക എന്നുള്ളതല്ല, പകരം പൊതുജനങ്ങളുടെ ഒരു സ്വീകാര്യത കൂടി മേടിച്ചെടുക്കുക എന്ന് പറയുന്നൊരു പണി വി ഡി സതീശൻ അടിയന്തരമായി ചെയ്യേണ്ടതുണ്ട്. ഇനിയുള്ള 1.25 വർഷമെങ്കിലും അദ്ദേഹം പറഞ്ഞ പ്ലാനൊക്കെ ഗംഭീരമാണ്. 63 സീറ്റുകൾ അവിടെ ജയിക്കാൻ കഴിയാവുന്ന സീറ്റുകളാണ്. അതിലൊരു ഉദാഹരണം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഉദാഹരണത്തിന് വൈപ്പിനിലുള്ള സീറ്റ്, അവിടെ കെ എൻ ഉണ്ണികൃഷ്ണനാണ് ജയിച്ചിട്ടുള്ളത്. അവിടെ LDF ആണ് മിക്കപ്പോഴും ജയിച്ചിട്ടുള്ളത്. അപൂർവമായിട്ട് UDFിൻ്റെ കാൻഡിഡേറ്റൊക്കെ ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഹൈബി ഈഡൻ MP ആയി മത്സരിക്കുമ്പോൾ 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടുന്നതാണ് വൈപ്പിനുള്ളത്. അപ്പോൾ അവിടെ വേണമെങ്കിൽ ഒരു 2,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിക്കാം. പക്ഷേ അതിന് ഒരു MP-യുടെ ഹൈബി ഈഡൻ്റെ ചുമതല കൊടുക്കണം അവിടെ. കൂടാതെ മറ്റൊരു KPCC ഭാരവാഹിയുടെ ചുമതല കൊടുക്കണം. അവിടെ 2 ഓഫീസുകൾ തുറക്കണം. ഒന്ന് സോഷ്യൽ മീഡിയകൾക്ക് വേണ്ടിയുള്ള ഒരു ഓഫീസും ഒന്ന് പാർട്ടിയുടെ സംഘടനാ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓഫീസ് തുറക്കണം എന്നുള്ള പ്ലാനൊക്കെ ഗംഭീരമാണ്. പക്ഷേ ഈ മൈക്രോ ലെവൽ പ്ലാൻ സതീശൻ നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം അടിയന്തരമായി ചെയ്യേണ്ട, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാണെങ്കിലും ആരാണെങ്കിലും അടിയന്തരമായി ചെയ്യേണ്ട കാര്യം പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് വനനിയമം പോലെ കാട്ടാന ഏതാണ്ട് 20 പേരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചവിട്ടിക്കൊന്നുണ്ട്. അതുപോലെയുള്ള പ്രശ്നങ്ങൾ, വലിയ തോതിലുള്ള ബ്രൂവറിയുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ പ്രശ്നങ്ങൾ, അതുപോലെ നാട്ടിലെ തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങൾ, വിലക്കയറ്റത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ വലിയ തോതിലുള്ള പോലീസ് കാണിക്കുന്ന അട്രോസിറ്റീസിൻ്റെ വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കൃത്യമായി ഏറ്റെടുക്കുകയും പൊതുജന സമക്ഷത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് കോൺഗ്രസ് ചെയ്യുന്നില്ല. അത് കോൺഗ്രസിൻ്റെ അങ്ങേയറ്റത്തെ ഏറ്റവും ഒടുവിൽ അടിത്തറ കൂടി ഒഴുകിക്കളയുന്നതിന് സഹായിക്കുന്നൊരു കാര്യമാണ്. ഇനി അടുത്തൊരു പോയിൻ്റ് കൂടി പറയാം. അത് സാധാരണ കോൺഗ്രസ് ഇത്രയും കാലം ജയിച്ചുകൊണ്ടിരുന്നതെല്ലാം ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടാവും, ഏറ്റവും ഒടുവിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളൊക്കെ കൂടി സഹായിച്ച് കോൺഗ്രസ് അങ്ങോട്ട് ഭരണത്തിലേറും. അതിന് സംഭവിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത്. കാരണം നിങ്ങളുടെ മുമ്പിൽ ഹരിയാനയും മഹാരാഷ്ട്രയും ഉദാഹരണമുണ്ട്. അവിടെ എല്ലാം തന്നെ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. പക്ഷെ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ പോലും ആ എതിർവികാരത്തിലുള്ള 60-65% വരുന്ന വോട്ടുകളെ കൃത്യമായി സ്പ്ലിറ്റ് ചെയ്യിക്കാൻ കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും LDFനും CPMനും ഗുണകരമാകും. ഒരു ഉദാഹരണം ഞാൻ പറയാം. തൃശ്ശൂരുള്ള പല മണ്ഡലങ്ങളും, അല്ലെങ്കിൽ പാർലമെൻറ്റ് മണ്ഡലം തന്നെ, അവിടെ നേരത്തെ 44%-50%-ത്തിലൊക്കെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ജയിക്കാൻ അവിടെ 38-39% വോട്ട് മതി ഒരാൾക്ക് ജയിക്കാൻ. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഏതാണ്ട് 28-30-35% വോട്ടുകൾ BJP പിടിക്കുകയും 36% മറ്റേ CPM പിടിക്കുകയും LDF പിടിക്കുകയും ചെയ്താൽ പോലും രണ്ടായി വിഭജിച്ച് പോകുമ്പോൾ 37-38% വോട്ടുള്ള ഒരാൾക്ക് ജയിക്കാൻ പറ്റും. നമ്മുടെ നിയമസഭകൾ, ഞാനിപ്പോൾ കൃത്യമായ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. ആ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മുടെ നിയമസഭകളിൽ നേരത്തെ ജയിക്കണമായിരുന്നെങ്കിൽ 45-50% വോട്ട് വേണമായിരുന്നുവെങ്കിൽ ഇപ്പം അത് വേണ്ട. 40% വോട്ട് പിടിക്കുന്ന ഒരു കക്ഷിക്ക് ജയിക്കാം. പകരം ഓപ്പോസിറ്റുള്ള 60% വോട്ടുകൾ അങ്ങോട്ട് ചിഹ്ന ഭിന്നമായി പോയാൽ മതി. അതിലൊരു 25-30% വോട്ട് BJPയും ഒരു 25-30% വോട്ട് കോൺഗ്രസും പിടിച്ചാൽ പോലും ഈ പറയുന്ന 40% വോട്ട് പിടിക്കുന്ന ഒരാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വലിയ സാധ്യതകളുണ്ട്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം കൂടി നിങ്ങളോട് പറയാം. കഴിഞ്ഞ നമ്മുടെ ചേലക്കരയിൽ സംഭവിച്ചത് എന്താണ്? ചേലക്കരയിൽ LDF 12,000 വോട്ടിന് UR പ്രദീപ് ജയിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 9,000 വോട്ടുകൾ BJPക്ക് അവിടെ കൂടി. PV അൻവറിൻ്റെ പാർട്ടി ഒറ്റക്ക് മത്സരിച്ച് 3,920 വോട്ടുകളും മേടിച്ചു. എന്ന് പറഞ്ഞാൽ 9-3 12,920 വോട്ടുകൾ കോൺഗ്രസ്സിന് കിട്ടുമായിരുന്നത്, പിണറായിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമായിരുന്നത് തെറ്റിപ്പോയതുകൊണ്ട്, സ്പ്ലിറ്റായി പോയതുകൊണ്ട് അവിടെ UR പ്രദീപ് 12,000 വോട്ടിന് ജയിച്ചു. ഇത്തരം യാഥാർത്ഥ്യങ്ങൾ കോൺഗ്രസ് ഇനിയും മനസ്സിലാക്കുകയും
ജനപക്ഷത്ത് നിന്നുള്ള സമരങ്ങൾ തെരുവുകളിൽ നിന്ന് ഏറ്റെടുക്കാനും തയ്യാറാകണം എന്നുള്ളതാണ്. അങ്ങനെ വി ഡി സതീശനടക്കം അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ തയ്യാറായിരുന്നുവെങ്കിൽ പാർട്ടിക്കകത്തുള്ള ആളുകൾക്ക് പോലും നിങ്ങൾ അംഗീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. അത് തന്നെയാണ് 2006 തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം വി എസ് അച്യുതാനന്ദൻ ജയിക്കുമ്പോൾ കണ്ടത്. വി എസ് അച്യുതാനന്ദന് പാർട്ടിക്കകത്ത് വലിയ വിരുദ്ധ വികാരമുണ്ടെങ്കിൽ പോലും ഓരോ എം.എൽ.എയും അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചാണ് പോസ്റ്റർ അടിച്ചത്. ഏറ്റവും ആദ്യം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത് ഇ പി ജയരാജൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് അദ്ദേഹം പോയി ഉദ്ഘാടനം ചെയ്തത്. കാരണം എന്താണ്? ഇ പി അദ്ദേഹത്തിന് അനുയായി ആയതുകൊണ്ടോ അദ്ദേഹത്തെ അനുകൂലിച്ചിരുന്ന ആളായതുകൊണ്ടോ അല്ല, പകരം ജയിക്കണമെങ്കിൽ വി എസിൻ്റെ കൂടി സാന്നിധ്യം എനിക്ക് വളരെ അനിവാര്യമാണെന്ന് ഓരോ എം.എൽ.എയും തിരിച്ചറിയുന്നു. ഇത്തരത്തിൽ തിരിച്ചറിയാവുന്ന നേതാവായി ആര് മാറുന്നുവോ അവരാണ് കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ കഴിയുക. അങ്ങനെ നേതാക്കളായ ആരും മാറിയില്ലെങ്കിൽ കോൺഗ്രസ് വലിയ പ്രശ്നത്തിലേക്ക് പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു വരി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് കർണാടകത്തിൽ കോൺഗ്രസ് തിരിച്ചു വന്നതിൻ്റെ കാരണം ഡി കെ ശിവകുമാരനെ അധ്യക്ഷനാക്കുകയും അദ്ദേഹം ഏതാണ്ട് 1.5 കൊല്ലത്തോളം പാർട്ടി ബൂത്ത് തലം മുതൽ കെട്ടിപ്പടുക്കാനായിട്ട് പണിയെടുക്കുകയും ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ബൂത്ത് തലത്തിൽ പാർട്ടി കെട്ടിപ്പടുക്കുകയും അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരത്തെ ആളിക്കത്തിക്കുകയും സിലിണ്ടറിൻ്റെ വില കൂടിയതും സബ്സിഡി എടുത്തു കളഞ്ഞതും അതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് നിങ്ങൾ ഫ്രീ ആയി സിലിണ്ടർ കൊടുത്തു, പക്ഷേ അവരുടെ 400 രൂപ ഉണ്ടായിരുന്ന സിലിണ്ടറിൻ്റെ കാശ്, ഗ്യാസ് സിലിണ്ടറിൻ്റെ കാശ് 1200 രൂപയാക്കി എന്നുള്ള വലിയ പ്രചരണത്തിന് പ്രചരണം നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടാണ്. ഇത്തരത്തിൽ കൃത്യമായ മാക്രോ ലെവൽ പ്ലാനിങ്ങുകളില്ലെങ്കിൽ നിങ്ങൾ അടുത്ത തവണയും വിജയം CPM-ന് കൈമാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി BJP-യും RSS-ഉം ഒരു പക്ഷേ CPM-നെ സഹായിച്ചാൽ പോലും LDF-നെ സഹായിച്ചാൽ പോലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. അവർക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ എന്താ കാര്യം? കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPM-നെ വീണ്ടും അധികാരത്തിലെത്തിച്ചാൽ കോൺഗ്രസ് ഇവിടെ ദുർബലപ്പെടുകയും ഇല്ലാതാവുകയും ചെയ്താൽ ആ സ്പേസിലേക്ക് BJP-ക്ക് വളരാൻ കഴിയും. അതേസമയം അടുത്ത തവണ കോൺഗ്രസ് അധികാരത്തിലെത്തുകയും കോൺഗ്രസ് ശക്തിപ്പെടുകയും ചെയ്താൽ വലിയ പ്രതിപക്ഷമായി CPM ഇവിടെ ഉണ്ടാവും. അത് പെട്ടെന്നൊന്നും തകർന്നടിയില്ല. അവരുടെ ബഹുജന അടിത്തറയൊക്കെ അത്രമാത്രം ശക്തമാണ്. അതുകൊണ്ട് തന്നെ പിന്നൊരു സ്പേസ് BJP-ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പിന്നെയും വർഷങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതേസമയം CPM തന്നെ അധികാരത്തിലിരുന്നാൽ വലിയൊരു സ്പേസ് BJP-ക്ക് കിട്ടും. ഏതാണ്ട് തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പോൾ കാണുന്നത് പോലെ അവിടെ വെറും 10 സീറ്റാണ് കോൺഗ്രസിനുള്ളത്. അവിടെ യഥാർത്ഥ പ്രതിപക്ഷം യഥാർത്ഥത്തിൽ BJP-ആണ്. CPM ഭരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ലോങ് ടൈം സ്ട്രാറ്റജിയിൽ BJP-ക്ക് കൂടി ഇത് ഗുണകരമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൃത്യമായി നിങ്ങൾ അറിയണം. ഇതാണ് എനിക്ക് ഓരോ കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത്. അല്ലാതെ തമ്മിൽ തല്ലി ഇവിടെ കിടന്ന് ചത്താൽ നിങ്ങൾക്കാണ് അതിൻ്റെ കുഴപ്പം.